വാഹന ലൈസൻസിംഗിൽ വന്ന ഗുരുതര പിഴവ് കാരണം ഗതികേടിലായി മലപ്പുറത്തെ ഒരു വിദ്യാർത്ഥി. പരപ്പനങ്ങാടി ഉള്ളണം സ്വദേശി കാർത്തികാണ് പുലിവാലി പിടിച്ചിരിക്കുന്നത്. കാർത്തികിന്റെ പേരിൽ ലൈസൻസ് നമ്പർ വന്നെങ്കിലും പിന്നീട് രേഖയിൽ കാണിക്കുന്നത് വടകര സ്വദേശിയുടെ വിവരങ്ങളാണ്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കൈമലർത്തിയതോടെ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ഇപ്പോഴീ കുടുംബം. 2024 ഏപ്രിലിൽ ഇരുചക്ര വാഹനത്തിനുള്ള ലൈസൻസിന്റെ ടെസ്റ്റ് പാസ്സായി കാർത്തിക്. എല്ലാം ക്ലിയർ ആണെന്ന് കാണിച്ച് മോട്ടോർ വാഹന വകുപ്പിന്റെ മെസ്സേജും വന്നു. പക്ഷേ 2 മാസമായിട്ടും ലൈസൻസ് വന്നില്ല. ഇത് അന്വേഷിച്ചപ്പോഴാണ് കേട്ടുകേൾവിയില്ലാത്ത വിധമുള്ള ഒരു ഗുരുതര പിഴവ് സംഭവിച്ചതറിഞ്ഞത്. വിശദമായി പറയാം. ആ ലൈസൻസ് എങ്ങോട്ടാണ് പോയത് എന്നല്ലേ? അത് വടകരയിലെ കാർത്തിക എന്ന പെൺകുട്ടിക്ക്. തുടക്കം ഇങ്ങനെ: കാർത്തിക്കിന് ലൈസൻസിന്റെ ഓൺലൈൻ കോപ്പി ആദ്യം വന്നു. അതിലൂടെ ലൈസൻസ് നമ്പർ കാർത്തിക്കിന് വ്യക്തവുമായി. പിന്നീട് സൈറ്റ് നോക്കിയപ്പോഴേക്കും എല്ലാം തകിടം മറിഞ്ഞു. ഈ ലൈസൻസ് നമ്പറിൽ കാണിക്കുന്നത് വടകര സ്വദേശിനിയായ കാർത്തിക എന്ന ആളുടെ വിവരങ്ങളാണ്. ഇരുവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും അച്ഛന്റെ പേരും ഒന്നാണ്. പേരിലെ സാമ്യം കൂടിയായതോടെ പരിവാഹൻ സൈറ്റിൽ അപ്ലോഡ് ചെയ്തപ്പോൾ വന്ന തെറ്റ് എന്നാണ് ഇപ്പോഴത്തെ നിഗമനം. നിലവിൽ കാർത്തിക്കിന്റെ പേരിൽ രേഖയിൽ ലൈസൻസ് ഉണ്ട്, എന്നാൽ കയ്യിൽ ലൈസൻസ് ഇല്ല. വീണ്ടും അപേക്ഷിക്കാനും കഴിയുന്നില്ല. ശരിക്കും കുടുങ്ങിയ അവസ്ഥ. ഇപ്പോൾ ഞാനൊരു 8-10 മാസത്തിലെടുത്തപ്പോൾ അവിടെ ഇങ്ങനെ പോയി. അപ്പോൾ ഹൈദരാബാദിലാണ് ഇതിൻ്റെ മെയിൻ ഇതെന്നാണ് അവർ പറയുന്നത്. അവർക്ക് മെയിൽ അയക്കുന്നുണ്ട്, പക്ഷെ അവർ ഇങ്ങോട്ട് തിരിച്ചൊരു ഇത് തരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ലൈസൻസ് നമ്പറിൽ ഫുൾ ഡീറ്റെയിൽസ് ആ കുട്ടിയുടെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, വേറെ ഒരു ലൈസൻസ് എടുക്കാനും പറ്റില്ല എന്നാണ് ആർ ടി ഓഫീസ് ചോദിച്ചപ്പോൾ പറഞ്ഞത്. വടകരയിലെ കാർത്തിക എന്ന പെൺകുട്ടിയുമായി ഞങ്ങൾ സംസാരിച്ചു. കാർത്തിക് ലൈസൻസിന് ടെസ്റ്റ് പാസ്സായ സമയത്ത് കാർത്തിക ലേണേഴ്സിന് അപേക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അഡ്രസ്സിൽ വന്ന ലൈസൻസ് തിരിച്ചയച്ചു എന്നാണ് അവർ പറയുന്നത്. 6 മാസമായി ഓഫീസുകൾ കയറി ഇറങ്ങുകയാണ് കാർത്തിക്കിന്റെ കുടുംബം. ഓഫീസിൽ ഇപ്പോൾ കയറി ഇറങ്ങി 1 മാസത്തിലേറെ ഞങ്ങൾ കയറി ഇറങ്ങിയാണ്. അവൻ്റെ ക്ലാസ് കട്ടാക്കിയിട്ട് ക്ലാസ് കയറ്റാതായിട്ട് പിന്നെ ഞാൻ പോയിട്ടാണ് അവൻ ക്ലാസ് കയറ്റിയിട്ടുള്ളത്. അത്രയും ഇങ്ങനെ പോയിട്ട് ഞങ്ങൾ ഒന്ന് കിട്ടിയാലോ വെച്ചിട്ടുള്ള ഇതിൽ ഇങ്ങനെ നടന്നതാണ്. ഓരെങ്കിലും ശരിയാക്കി തരികയാണെങ്കിൽ ഉള്ളതിലിങ്ങനെ പോയിട്ട് ഒന്നും ശരിയാകണില്ല ഇതുവരെയായിട്ടും. പ്രശ്നം പരിഹരിച്ച് കാർത്തിക്കിന് വീണ്ടും അപേക്ഷിക്കാനുള്ള ഒരു അവസരം കൂടി നൽകേണ്ടതുണ്ട്. അല്ലെങ്കിൽ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് ലൈസൻസ് നൽകണം. അതിന് നിൽക്കുന്ന നൂലാമാലകൾ പരിഹരിക്കാൻ ഗതാഗത മന്ത്രി തന്നെയാണ് ഇടപെടേണ്ടത്. അർഷക്കിനൊപ്പം വിപിൻ സി വിജയൻ, 24 മലപ്പുറം. എന്തായാലും ഈ വിദ്യാർത്ഥിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ജനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന കെ ബി ഗണേഷ് കുമാർ തന്നെ താല്പര്യമെടുക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്.